ഇസ്രയേലി ബോംബാക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ സാധാരണമായി മാറിയിരിക്കുന്നു. ഏകദേശം 2 വർഷമായി തുടരുന്ന ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത പുലർത്തിയ ഖത്തറിനുമേലും ഇസ്രയേൽ തീമഴ പോലെ പെയ്തിറങ്ങിയതോടെ ഒറ്റ കാര്യമാണ് സംശയിക്കേണ്ടത്. പശ്ചിമേഷ്യയിലെ അനിഷേധ്യ ശക്തിയാകാനാണ് ഇസ്രയേലിന്റെ ശ്രമം. ഖത്തറിൽ കയറി ഹമാസിന് നേരെ തിരിഞ്ഞതോടെ മുഴുവൻ അറബ് രാജ്യങ്ങൾക്കും തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന ബോധ്യവും നെതന്യാഹുവിനുണ്ട്. കൂടാതെ സെപ്റ്റംബർ 9-നുള്ള ആക്രമണം ഖത്തറിൽ മാത്രമല്ല, ഖത്തറിനെ കൂടാതെ മറ്റ് 5 രാജ്യങ്ങൾ കൂടി ഇസ്രയേൽ ലക്ഷ്യമിട്ടു. ചൊവ്വാഴ്ചയാണ് ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രയേലിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയാണ് ഖത്തർ. ട്രംപിന്റെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ചേർന്ന ഹമാസ് യോഗത്തിനിടെയായിരുന്നു ആക്രമണം. 72 മണിക്കൂറിനിടെ 6 രാജ്യങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിച്ചത് എന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിൽ നിന്ന് 2000 കിലോമീറ്ററോളം അകലെയുള്ള ദോഹയിൽ ആക്രമണം ഉണ്ടായത്. ഹമാസും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള നിരവധി ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച ഗൾഫ് രാഷ്ട്രമായ ഖത്തറിനെ ഇസ്രയേൽ ആദ്യമായാണ് ആക്രമിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ചേർന്ന ഹമാസ് യോഗത്തിനിടെയായിരുന്നു ആക്രമണം. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ യമൻ തലസ്ഥാനമായ സനയിലും ബോംബിട്ട് ഇസ്രയേൽ. 9 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ആക്രമണം നടന്നെന്ന് ഇസ്രയേലും യമനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സമത് ഫ്ലോട്ടിലെ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായി. തുനീഷ്യൻ തീരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതരാണ്. ദൌത്യവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്ലോബൽ സുമത് ഫ്ലോട്ടില അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഗ്ലോബൽ സുമത് പുറത്തുവിട്ടിട്ടുമുണ്ട്. 2010 മുതൽ നിരവധി കപ്പലുകൾ ഗാസയിലെ ഇസ്രയേൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവയിൽ മിക്കതും ഇസ്രയേൽ തടയുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടുമുണ്ട്. ഗാസയിൽ കഴിഞ്ഞ 3 ദിവസം മാത്രം ഇസ്രയേൽ ആക്രമണങ്ങളിൽ 150 പേർ കൊല്ലപ്പെടുകയും 540-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച 67 പേരാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച 83 പേരും കൊല്ലപ്പെട്ടു. പട്ടിണി മൂലം 6 പേരും മരിച്ചു. ആക്രമണം ശക്തമാക്കുമെന്ന് സൂചിപ്പിച്ച് ഗാസ സിറ്റിയിൽ നിന്നൊഴിയാൻ പലസ്തീൻകാരോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുകയും ചെയ്തു. 2023 ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പലസ്തീനിൽ 64,656 പേരാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി സിറിയയിലെ ഒട്ടേറെ സ്ഥലങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു. ഹോംസിലെ സിറിയൻ വ്യോമസേനാ താവളവും ലഡാക്കിയയ്ക്ക് സമീപമുള്ള സൈനിക ബാരക്കും ആക്രമിച്ചു. സിറിയയുടെ പരമാധികാരത്തിന് നഗ്നമായ ലംഘനവും രാജ്യസുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയുമാണ് ആക്രമണങ്ങളെന്ന് സിറിയ ഭരണകൂടം പ്രതികരിച്ചു. മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ പതനത്തിനു ശേഷം സിറിയയിലുടനീളം ഇസ്രയേൽ 100 കണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത്. തിങ്കളാഴ്ച കിഴക്കൻ ലെബനിലെ ബെക്ക, ഹെർമൽ ജില്ലകളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ നവംബറിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഈ ആക്രമണങ്ങളെന്നാണ് ഹിസ്ബുള്ളയോട് അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ള ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. വെടിനിർത്തൽ ധാരണ നിലനിൽക്കെ തെക്കേ ലെബനിൽ ഇസ്രയേൽ ദിവസേന ആക്രമണം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച ബെയ്റൂട്ടിന് സമീപവും ഡ്രോൺ ആക്രമണമുണ്ടായി. ഈ ആക്രമണങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് പശ്ചിമേഷ്യയിൽ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കത്തിനുള്ള യാത്രയാണെന്നാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.